സീരീസിലി ഞാൻ പറയാം, ബ്രേക്കിംഗ് എന്ന് പറയാം പക്ക എന്ന് പറയാം പക്ക. വെൽക്കം ബാക്ക് ടു AJ Samurai. അപ്പം നമ്മുടെ മാരുതി 800-ന് ബ്രേക്ക് കിട്ടുന്നില്ല. ബ്രേക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മളിപ്പം കട്ടപ്പുറത്ത് വെച്ചേക്കാണ്. നമ്മൾ എല്ലാ സാധനവും അഴിച്ചിട്ടുണ്ട്. ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ബ്രേക്ക് മൊത്തത്തിൽ ഞാൻ അഴിച്ചിട്ടേക്കാണ്. ഹോള് കണ്ടോ, ബ്രേക്കിൻ്റെ ആ മാസ്റ്റർ പമ്പൊക്കെ അഴിച്ചിട്ടേക്കാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ബ്രേക്ക് ഒട്ടും കിട്ടുന്നില്ല ഗൈസ്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഒരു തുള്ളി ബ്രേക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നതും ഇവിടെ മാരുതി അതായത് മാരുതി ആൾട്ടോയുടെ ഒക്കെ ബൂസ്റ്ററാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ എനിക്ക് കിട്ടിയത് മാരുതി സെന്നിൻ്റെയാണ്. ഞാൻ പോയി തപ്പിയെടുത്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതും മാരുതി സെന്നിൻ്റെ സാധനമാണ്. പക്ഷേ ഇത് ഇച്ചിരി ബൂസ്റ്റർ ശകലം വലുതാണ്. അപ്പം ബൂസ്റ്റർ വലുതായതുകൊണ്ട് ഇത് ശകലം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശകലം മിനുക്ക് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അതായത് ഇവിടെ ശകലം ഓവലാക്കണം കേട്ടോ. ഇത് കറക്റ്റ് ഫിറ്റാണിത്. ഇപ്പോൾ ഇതുണ്ട്, ഈ സെപ്പറേറ്റ് 2 ഹോൾ അടിച്ചിട്ടുണ്ട് ഞാൻ. കാരണം എന്നാന്ന് വെച്ചാൽ ഈ ഡയറക്റ്റ് ഫിറ്റ് അല്ലാത്തതുകൊണ്ട് ഇവിടെ ഈ ഹോളൊക്കെ, പക്ഷേ ഈ ഹോള് ശകലം ഇങ്ങോട്ട്, അതായത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിൻ്റെ ഈ നട്ട് ബോൾട്ട് ഇരിക്കുന്ന വ്യത്യാസമുണ്ട്. ഈ ബോൾട്ട് ഇരിക്കുന്നതും അതേപോലെ നമ്മുടെ ആ പുതിയ ബൂസ്റ്ററിൻ്റെ ബോൾട്ട് ഇരിക്കുന്നതും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ഹോൾ അടിച്ചതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ എന്നെ ചെയ്യാനെന്ന് വെച്ചാൽ ഈ മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗമില്ല, ഈ മാർക്ക് ചെയ്തേക്കുന്ന ഈ ഭാഗം ശകലം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയാനുണ്ട്. ഗ്രൈൻഡ് ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ഇതുണ്ട്, ഈ റൗണ്ടിലെ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം ആ ബോൾട്ട് എല്ലാം കറക്റ്റ് ആകുമ്പോഴത്തേനും ഈ ഭാഗം ശകലം കയറാൻ പാടുണ്ട്. അപ്പം ഇവിടെ ഒന്ന് കളഞ്ഞാൽ മതി. ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു മടക്കമുണ്ടോ, അത് ശകലം ഒന്ന് തട്ടി ഉള്ളിലോട്ട് സെറ്റാക്കിയാലും മതി. പിന്നെ ഇവൻ്റെ അകത്ത് സ്ക്രൂ കൊടുക്കാനുണ്ട്. സ്ക്രൂ കൊടുക്കുന്നത് ശകലം പാടാണ്. അപ്പം അതും ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പണിയിലോട്ട് കിടക്കാം. പണി ചെയ്യുന്നത് കാണിച്ചു തരാൻ പറ്റിയല്ലോ ഗൈസ്. ഒന്നാമത്തെ പടുതയുടെ അടിയിലാണ്, മാതിരി ചൂടാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പണിതുകൊണ്ടിരിക്കണം. നമ്മൾ ഇതുപോലത്തെ മെഷീനൊക്കെ പിടിക്കുമ്പോഴത്തേനും അത്രയ്ക്കും കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. അതും ഈ ഒരു ഭാഗമാണ്. പിന്നെ ഇതിനെ അഴിച്ചെടുത്തേക്കുന്നതെന്നു വെച്ചാൽ ഇതിൻ്റെ വാക്കത്തിൻ്റെ ഒരു ഹോസ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആ മാനിഫോൾഡ് അഴിച്ചിട്ടുണ്ട്. മാനിഫോൾഡ്, കാർബറേറ്റർ കാര്യങ്ങളെല്ലാം അഴിച്ച് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതുണ്ടോ, മാനിഫോൾഡ് മൊത്തത്തിൽ അഴിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഹോൾ അടിക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഇവിടെ ഒരു പൈപ്പ് ഇതായിട്ട് അല്ലാതെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുകൂടെ ഈ 3 ഭാഗത്തും സെക്ഷൻ വലിക്കുമ്പോഴത്തേനും ഒരേപോലെ ഇവിടെ സെക്ഷൻ കിട്ടും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഞാൻ 1-2 പേരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ പറ്റുകയില്ല, ശകലം ടാസ്ക്കാണ്, ചെയ്ത് കഴിഞ്ഞാൽ വലി കിട്ടുകയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. മാരുതി 800 ആയതുകൊണ്ട് വലി കിട്ടാൻ പാടാണ് പറഞ്ഞത്. അപ്പം നോക്കാം, നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു സംഭവത്തിന് എനിക്ക് അത്യാവശ്യം വലിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ഇത് മാറിയിട്ട്, അതായത് ബൂസ്റ്റർ വെച്ചിട്ട് വലിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം പണിയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഇത്രയും സെറ്റപ്പിലാക്കിയിട്ടുണ്ട്. ഇത് അഴിച്ചെടുക്കേണ്ടി വന്നു, ഈ ബ്രേക്കും ക്ലച്ചും പെഡലും അഴിച്ചെടുക്കേണ്ടി വന്നു. അതും ഒന്ന് ശകലം ഒന്ന് മിനുക്ക് പണി ചെയ്യാനുണ്ടായിരുന്നു ഈ ഒരു സംഭവം കയറ്റാൻ വേണ്ടി. അപ്പോൾ ഇനി ഇത് അഴിച്ചെടുത്തിട്ട് ഈ ഒരു സംഭവം അകത്ത് കയറ്റുക. ഈ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് കയറ്റുക. ഇവിടെ ശകലം ഗ്രൂ പോലെ ശകലം ഒന്ന് ഓവലാക്കി വിട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ അടിപൊളിയായിട്ട് സൂട്ടാകുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് നോക്കാം, നമുക്ക് വച്ച് നോക്കാം, ഫിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളപ്പം ഈ സംഭവം ബൂസ്റ്റർ കയറ്റി വെച്ചേക്കാണ്. എല്ലാ അവസാനം സെറ്റപ്പായി. ഈ ഒരു ഭാഗത്ത് ശകലം ഒന്ന് നൂർക്കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. അതും നൂർത്ത് റെഡിയാക്കി അങ്ങോട്ട് തള്ളിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പരിപാടിയിലോട്ട് നോക്കാം.
അപ്പോൾ നമ്മൾ ബൂസ്റ്റർ മൊത്തത്തിൽ കയറ്റി കേട്ടോ, രാത്രിയായിട്ടുണ്ട്. ബൂസ്റ്റർ ഇവിടെ ലൈനെല്ലാം കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ സപ്ലൈ സ്പ്രെഡ് ചെയ്യുന്നത്, അതായത് ഇതിന് വേറൊരു പേരാണ് പറയുക, അത് ഇപ്പം ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഈ സംഭവത്തേലും അടിപൊളിയായിട്ട് കൊടുത്ത് ഇത് ഇവിടുന്ന് ഈ ബാക്കിലോട്ട് 2 ലൈന് പോകുന്നുണ്ട്. ആ ലൈന് നേരെ ഈ ഇരുന്ന തന്നെ, അതായത് മാരുതി ഈ 800 ഇരുന്ന പൈപ്പ് തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ വേറെ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, ആ ഒരു പൈപ്പ് പുതിയത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ നേരത്തെ ഇരുന്ന പൈപ്പാണ് നമ്മൾ. അടുത്ത എന്നാന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മാനിഫോൾഡ് അല്ലേ, ഇല്ലറ്റ് മാനിഫോൾഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെർമോസ്റ്റാറ്റ് വാൽവൊക്കെ വരുന്നുണ്ട്. ഇത് വാൽവ് കട്ട് ചെയ്തതാണ്, ഞാൻ തന്നെ കട്ട് ചെയ്തതാണ്. നമ്മൾ ഓവറായിട്ട് ഹീറ്റ് ആകുന്നുണ്ടെന്ന് നമുക്ക് പറഞ്ഞ് കട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അത് കട്ട് ചെയ്യാൻ പാടില്ല, അത് വേറെ തരത്തിൽ എഞ്ചിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കേരളത്തിൽ ഓടുന്ന ഏകദേശം ഒരു 100-ൽ ഒരു 75 വണ്ടികളും തെർമോസ്റ്റാറ്റ് വാൽവ് ഇല്ലാതെയാണ് ഓടുന്നത്. പിന്നെ വേറെ എന്നാന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഇല്ലറ്റ് മാനിഫോൾഡിൽ ഈ ഒരു ഭാഗമുണ്ട്, ഈ ഒരു വാക്കം വലിക്കാനായിട്ടുള്ള ഈ ഒരു ഭാഗമില്ലേ, ഇവിടെയാണ് അതായത് ഈ ബൂസ്റ്ററിൻ്റെ വാക്കം കൊടുക്കുന്ന എല്ലാവരും. ഞാൻ യൂട്യൂബിൽ വീഡിയോ എല്ലാം കണ്ടപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കൊടുക്കുന്നത്. അത് എന്നാന്ന് വെച്ചാൽ ഇതിങ്ങനെ വരും, ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാവുന്ന ഇതിങ്ങനെ വരും. അപ്പം ഇവിടുന്ന് ഈ ഒരു ഭാഗത്തുനിന്ന്, അതായത് ഈ ഒരു ഭാഗത്തുനിന്ന് വാൽവെടുത്ത് ഒരു ഹോസ് എടുത്ത് ഇവിടെയാണ് കൊടുക്കുക, ഈ ഒരു ഭാഗത്താണ് കൊടുക്കുക. പക്ഷേ ഞാൻ എന്നെ ചെയ്തെന്ന് വെച്ചാൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം കണ്ടോ, കുത്തിട്ടേക്കുന്നുണ്ടോ, ഇവിടെയാണ് ഞാൻ തുളച്ചിട്ട് ഇവിടെ വെൽഡ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു പൈപ്പ് ഇതുണ്ട്, ഈ ഒരു പൈപ്പ് ഇവിടെ വെച്ച് വെൽഡ് ചെയ്യും. ഇവിടെ വെച്ച് വെൽഡ് ചെയ്യുമ്പോഴത്തേന് ഇതുണ്ടോ, ഈ ഒരു, അതായത് ഈ പൈപ്പ് സെയിം വണ്ണമാണ്, ഏകദേശം ഒരു സെയിം വണ്ണമാണ്. അപ്പോൾ ഈ പൈപ്പ് ഇവിടെ വെച്ച് വെൽഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ വരുമ്പോഴത്തേനും ഇതെങ്ങനെ വരുമെന്ന് വെച്ചാൽ ഇതുപോലെ വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് ഒരു ഹോസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേനും എന്നാന്ന് വെച്ചാൽ ഈ 3 സിലിണ്ടർ 3 ടൈമിലാണ് വാക്കം വലിക്കുന്നത്. അപ്പം 3 സിലിണ്ടറും 3 പ്രാവശ്യം വലിക്കുമ്പോഴത്തേനും സ്ഥിരമായിട്ടുള്ള ഒരു വാക്കം പ്രഷർ ഇവിടെ വരും. അങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഒരു വാൽവ് വരുന്നത് ഇവിടെയാണ് എല്ലാവരും ഹോസ് ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാൻ നേരെ തിരിച്ച് ഇവിടെ വെൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ കൊടുക്കും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി നോക്കണം. അപ്പം നമ്മൾ അവസാനം സാധനം ഇത് വെൽഡ് ചെയ്ത് മേടിച്ചു കേട്ടോ. വെൽഡ് ചെയ്തല്ല, ത്രെഡ് ഇട്ട് ത്രെഡ് ഇട്ടിട്ട് ഇത് ഇതാക്കി ശകലം മുറുക്കിയിട്ട് ശകലം അഡാർലൈറ്റ് പശ വെച്ചേക്കുവാണ് ഉണങ്ങാൻ വേണ്ടി. അത് വെച്ചേക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ അകത്തുനിന്ന് ലീക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അഡാർലൈറ്റ് പശ വെച്ചേക്കുന്നത്. ലീക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒന്നെങ്കിൽ വണ്ടി ഓഫായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്രയാണ്. അപ്പോൾ ഇനി ഇതെടുത്ത് മാനിഫോൾഡ് എടുത്ത് ഇവിടെ പിടിപ്പിക്കുക, കാർബറേറ്റർ പിടിപ്പിക്കുക, എല്ലാം സെറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അതാണ് അടുത്ത പരിപാടി. ഓക്കെ, ഈ കാർബറേറ്ററെല്ലാം സെറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ഈ സൈഡിൽ കൂടെയാണ് ആ ഒരു പൈപ്പ് പോകുന്നത് കേട്ടോ. ഞാൻ ഇട്ടേക്കുന്നത് ഇതാണ് വാക്കത്തിൻ്റെ പൈപ്പ്. പക്ഷേ ആ പൈപ്പ് ഇപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു ടമ്പർ കുറവുണ്ട്. ആ പൈപ്പൊന്ന് മാറ്റേണ്ടതുണ്ട്, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ പൈപ്പ് എന്നാന്ന് വെച്ചാൽ ആ പൈപ്പ് ഗേജ് കുറവാണ്. ഗേജ് കുറവായതുകൊണ്ടാണ് ആ പൈപ്പ് ശകലം ചളുങ്ങിയതുപോലൊക്കെ ഇരിക്കുന്നത്. വേറെ വിഷയങ്ങളൊന്നുമില്ല. എനിക്ക് ആ പൈപ്പ് മാറിയിട്ട് വേണം ഒരു വീഡിയോ കൂടെ ചെയ്യണം. അത് ഞാൻ ഷോർട്ടായിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ആ പൈപ്പ് മാറുന്നതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് തന്നെ എവിടെയാണെന്ന് വെച്ചാൽ പെരുമ്പാവൂർ വെങ്ങോല എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതുകൊണ്ടോ, വെങ്ങോല ഒരു SNDP ഒരു ഹാളിലാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ പാലായിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ചു പോകണം, പിന്നെ വേറൊരു ശാലം പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. വണ്ടി ഓടിച്ച് നോക്കിയിട്ട് വണ്ടി അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം. ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ വണ്ടി ചവിട്ടിയാൽ കിട്ടുകയില്ലായിരുന്നു, ഇപ്പം ചവിട്ടിയാൽ തന്നെയാണ് പോകുന്നത്. അമ്മാതിരി ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ സീരിയസ്ലി ഞാൻ പറയാം, ബ്രേക്കിംഗ് എന്ന് പറയാൻ പക്ക. നമ്മൾ പുതിയ വണ്ടിയിലെല്ലാം ബ്രേക്ക് ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പം ഇനി അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഓക്കെ, ബൈ.